ഞാനാണ് വൃക്ക. ഞാൻ ഒരാളല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. കിഡ്നി എന്ന പേരിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലുമായാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഫ്ലെക്സ് ബോർഡുകളിൽ എന്റെ പേര് എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? വൃക്ക രോഗിക്ക് ധനസഹായം ചെയ്യുക എന്ന്. 15 വർഷം മുമ്പ് വരെ ഞങ്ങൾ ആരും അറിയുക പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ കുപ്രസിദ്ധയാണ്. അന്ന് എന്നെ കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പറഞ്ഞിരുന്നു, പക്ഷെ എന്നെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നെ പറ്റി ഡോക്ടർമാർ പഠിക്കാൻ വരില്ലായിരുന്നു, കാരണം എനിക്കന്ന് രോഗങ്ങൾ വരില്ലായിരുന്നു. അതിനാൽ ഡോക്ടർമാർ എന്നെ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു. അഥവാ എനിക്ക് കേട് വന്നാൽ തന്നെ എന്റെ ഇരട്ട സഹോദരി ശരീരത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഞങ്ങളാണ് ശരീരത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ്. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും ഞങ്ങൾ അരിച്ചു മാറ്റുന്നു, രക്തം ശുചിയാക്കുന്നു. ഞങ്ങൾ പണി മുടക്കിയാൽ പിന്നെ നിങ്ങൾ ആശുപത്രിയിൽ കയറി ഇറങ്ങി ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ സൗന്ദര്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ പോലും എന്നെ രോഗിയാക്കാറുണ്ട്. ഡൈ മാത്രമല്ല, സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ പലതും ഞങ്ങളെ അപകടത്തിലാക്കുന്ന കെമിക്കലുകളുണ്ട്. കോളകളിലും ടിന്നിലടച്ച ജ്യൂസുകളും കുടിക്കുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിങ്ങൾ ഓർക്കാറുണ്ടോ? പതിവായി കഴിക്കുന്ന മരുന്നുകളുടെ ഗന്ധവും നിറവും പോലും ഞങ്ങളുടെ കണ്ണീരായ മൂത്രത്തിലൂടെ ഒഴുകാറില്ലേ? ചെറിയൊരു തലവേദനയ്ക്ക് പോലും വേദന സംഹാരികൾ വിഴുങ്ങുമ്പോൾ ഞങ്ങൾ വൃക്കകൾ പതിയെ പതിയെ മരിക്കുകയാണ് എന്ന് ഓർക്കണേ. അല്പം വേദന സഹിച്ചാൽ പല വേദനകളും തനിയെ മാറുന്നവയാണ് എന്ന് മറക്കരുത്. നിങ്ങളുടെ ഭക്ഷണത്തിലെ വിഷം ഞാൻ അരിച്ചു മാറ്റുമ്പോൾ കൂട്ടിന് നിങ്ങളുടെ കരളുമുണ്ട് എന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിലെ അഴുക്ക് കഴുകിക്കളയുന്നത് വെള്ളമൊഴിച്ചല്ലേ? എന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ കഴുകിക്കളയാൻ നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ടോ? നിങ്ങളുടെ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് എന്നിൽ കാൽസ്യവും ലവണങ്ങളും അടിഞ്ഞുകൂടി കല്ലുകൾ ഉണ്ടായി എന്നെ ഞെരുക്കി കൊല്ലുന്നത്. നിങ്ങൾ ദിവസവും 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണേ. സ്റ്റീറോയിഡ് മരുന്നുകളും വേദന സംഹാരികളും പാക്കറ്റ് ജ്യൂസുകളും ഐസ്ക്രീമുകളും ബേക്കറി പലഹാരങ്ങളും എല്ലാം ഞങ്ങളെ തകർക്കുകയാണ്. ഉപ്പ് കുറച്ച് നല്ല ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ ഒരിക്കലും പണിമുടക്കുകയില്ല. ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ തിരിഞ്ഞു കടിക്കാത്ത എന്തും തിന്നും എന്ന് അഹങ്കരിക്കാതെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കൂ. എങ്കിൽ ഞങ്ങൾ വൃക്കകൾ എന്നും സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.